മലപ്പുറം എന്ന റവന്യൂ ജില്ലയ്ക്ക് 55 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. പക്ഷേ ആ നാടിൻ്റെ അതിഗംഭീരമായ സാംസ്കാരിക രാഷ്ട്രീയ സമര പൈതൃകങ്ങളെ വർഷക്കണക്കിൽ അളക്കാവതല്ല. കേരളദേശത്തിൻ്റെ സാംസ്കാരിക സമന്വയ സൗന്ദര്യത്തിൻ്റെ തിലകച്ചാർത്താണ് മലപ്പുറം. നമ്മുടെ നവോത്ഥാന ചരിത്രം മുതൽ സ്വാതന്ത്ര്യ പോരാട്ടം മുതൽ ഇങ്ങോട്ടും മലപ്പുറത്തിൻ്റെ സംഭാവനകളെ ആർക്ക് മാറ്റി നിർത്താനാകും? ജനസംഖ്യയിലെ മുസ്ലിം വിഭാഗത്തിൻ്റെ എണ്ണക്കണക്കെടുത്ത് മലപ്പുറത്തിനെതിരായ ദ്വേഷപ്രചാരണം പുതിയ കാര്യമല്ല. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റേത്. നിർഭാഗ്യകരമായ ആ പ്രസ്താവന ഏറ്റുപിടിച്ചിരിക്കുന്നു സംസ്ഥാന BJP-യുടെ പ്രമുഖ നേതാവ് കെ സുരേന്ദ്രൻ. വെള്ളാപ്പള്ളിയുടെയും BJP-യുടെയും ലക്ഷ്യം എന്താണ്? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിലും പലപടി കടന്ന മലപ്പുറത്തെ അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് BJP നേതാവ് കെ സുരേന്ദ്രന്റേത്. വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറത്തെ പൊള്ളുന്ന യാഥാർത്ഥ്യമാണ്. റംസാൻ നോമ്പ് നടക്കുന്ന ഒരു മാസം മലപ്പുറത്ത് രാമനാട്ടുകര മുതൽ തൃശൂർ ജില്ലയുടെ അതിർത്തി വരെ ആർക്കും ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കില്ല. പല സ്കൂളുകളിലും ഉച്ചക്കഞ്ഞി വരെ മുടങ്ങും. വാക്സിൻ എടുക്കരുതെന്ന് വാദിക്കുന്നവർ വരെ മലപ്പുറത്തുണ്ട്. മലപ്പുറത്ത് പിന്നാക്ക സമുദായങ്ങളുടെ സംവരണം അട്ടിമറിക്കപ്പെടുന്നതിൽ സർക്കാർ പഠനം നടത്തണം. മലപ്പുറത്ത് ലീഗും മറ്റു വർഗീയ സംഘടനകളും നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ല. തിരൂരിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് എതിർത്തവരാണ് ലീഗ് നേതാക്കൾ. ലീഗ് മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ മറ്റ് സമുദായങ്ങളുടെ സ്ഥാപനങ്ങളെ ഞെരുക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. മലപ്പുറം പ്രത്യേക രാജ്യമാണെന്നും ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതിലുമേറെ പറഞ്ഞ കെ സുരേന്ദ്രൻ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനും കെ സുരേന്ദ്രനുമൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് മലപ്പുറത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഓടിച്ചൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ അമ്പ് വെള്ളാപ്പള്ളിയുടേത് തന്നെയായിരുന്നു. മലപ്പുറം പ്രത്യേക രാജ്യവും പ്രത്യേക ആളുകളുടെ സംസ്ഥാനവുമാണ് എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം. സ്വതന്ത്രമായി വായു ശ്വസിച്ചും അഭിപ്രായം പറഞ്ഞും മലപ്പുറത്ത് ജീവിക്കാനാകില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. മലപ്പുറത്ത് ഈഴവർ ഭയന്നാണ് ജീവിക്കുന്നത് എന്നും മലപ്പുറത്ത് ഈഴവർക്കൊന്നും കിട്ടുന്നില്ല എന്നും ആകെയുള്ള തൊഴിലുറപ്പ് മാത്രമാണ് ഈഴവർക്ക് കിട്ടുന്നത് എന്നുമൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചത്. പിന്നാക്കക്കാർക്ക് പള്ളിക്കൂടമോ കോളേജോ ഹയർ സെക്കൻഡറി സ്കൂളോ ഇല്ല. SNDP നിലമ്പൂർ യൂണിയൻ കൺവെൻഷനിടെയായിരുന്നു ഈ പരാമർശങ്ങളൊക്കെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. വിവാദമായതോടെ ഈ വിഷയത്തിന് ന്യായീകരണവുമായി വെള്ളാപ്പള്ളി നടേശനെത്തി. താൻ മുസ്ലിം വിരോധിയല്ല, പറഞ്ഞ വാക്ക് പിൻവലിക്കില്ല, പക്ഷേ പ്രസംഗത്തിൽ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് മാധ്യമങ്ങൾ ഇത് പ്രചരിപ്പിക്കുന്നത് എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ പ്രതിഷേധിച്ച സംഘടനയാണ് SNDP. മതേതരത്വം പറയുന്ന ലീഗ് ഒരു പഞ്ചായത്തിലും ഹിന്ദുവിനെ മത്സരിപ്പിച്ചിട്ടില്ല എന്നും പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ വിശദീകരിച്ചു. കേസെടുത്തിട്ടില്ല ഈ വിഷയത്തിൽ പോലീസ്. അതിന് കാരണമുണ്ട്, അതിൽ കേസെടുക്കാൻ കഴിയില്ല ഈ വിദ്വേഷ പ്രചാരണ പ്രസംഗത്തിൽ എന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഏത് വിഭാഗത്തെയാണ് ആക്ഷേപിച്ചതെന്ന് പ്രസംഗത്തിൽ വ്യക്തതയില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. എന്നാൽ ഈ പറഞ്ഞതിനപ്പുറം പറഞ്ഞ് പിന്തുണ നൽകിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശന് കെ സുരേന്ദ്രൻ. വെള്ളാപ്പള്ളി പറഞ്ഞത് മലപ്പുറത്തെ പൊള്ളുന്ന യാഥാർത്ഥ്യമാണെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. മലപ്പുറത്ത് ഒരു മാസം ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല എന്നാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരുച്ചരിക്കാൻ ലീഗിന് അവകാശമില്ലത്രേ. തിരൂരിൽ എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നത് എതിർത്തവരാണ് മുസ്ലിം ലീഗ്. സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി വിതരണം പോലും നിർത്തിവെപ്പിച്ചു. പിന്നോക്കക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ മുസ്ലിം മതന്യൂനപക്ഷം തട്ടിയെടുക്കുന്നു. ഇതൊക്കെയാണ് കെ സുരേന്ദ്രൻ പറയുന്ന ആരോപണങ്ങൾ. എന്നാൽ CK പത്മനാഭൻ, BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന CK പത്മനാഭൻ മുമ്പ് പറഞ്ഞത് കൂടി ആലോചിക്കണമല്ലോ. 2024 മാർച്ചിൽ BJP നേതാവ് CK പത്മനാഭൻ പറഞ്ഞത് ശ്രദ്ധേയമാണ്. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളുകളുള്ള സ്ഥലമാണ് മലപ്പുറം. ഹിന്ദുത്വയെ പലരും ഇപ്പോൾ വ്യാഖ്യാനിച്ച് വഷളാക്കിയതാണ്. മുസ്ലിം വിരുദ്ധത നാടിൻ്റെ സൗഹാർദ്ദപരമായ ജീവിതത്തിന് ഗുണം ചെയ്യില്ല. ഇതാണ് മുമ്പ് അദ്ദേഹം പറഞ്ഞത്. ഇനി മൊഞ്ചുള്ള മലപ്പുറം എന്നും 1969 ജൂൺ 16 ആണ് ഈ മലപ്പുറം ജില്ല രൂപീകൃതമായത്. അതെ, ഈ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പറഞ്ഞു പോകണമല്ലോ. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ്. 41,10,956. ഇതിൽ മുസ്ലിങ്ങൾ 70.24%, ഹിന്ദുക്കൾ 27.6%, ക്രിസ്ത്യാനികൾ 1.98%, മറ്റുള്ളവർ 0.01%. 7 താലൂക്കുകളാണുള്ളത്, 15 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 12 നഗരസഭകൾ, 94 ഗ്രാമപഞ്ചായത്തുകൾ.
ഇനി ചരിത്രത്തിലെ മലപ്പുറം പെരുമയിലേക്ക് കൂടി പോകാം. 700 വർഷം സാമൂതിരിമാരുടെ അധികാര പരിധിയിലിരുന്ന പ്രദേശമാണ്. സാമൂതിരി കാലത്ത് തിരുനാവായിലെ മാമാങ്കം ഏറെ പ്രസിദ്ധമായിരുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഉച്ചിരുള്ള ഓർമ്മകളുള്ള നാടാണ് മലപ്പുറം. പൂക്കോട്ടൂരും ഏറനാടും തിരൂരങ്ങാടിയും അടക്കം സമര ചരിത്രങ്ങളുണ്ട്. മലബാർ കലാപത്തിന്റെ ചരിത്രമുണ്ട്. വാഗൺ ട്രാജഡിയുടെ ചരിത്രമുണ്ട്. അങ്ങനെ മറക്കരുതാത്ത ഒട്ടേറെ ചരിത്രങ്ങളുണ്ട് മലപ്പുറത്തിന്. സാംസ്കാരിക സമന്വയത്തിൻ്റെ ഒരു ദേശം കൂടിയാണ് മലപ്പുറം. ഭാഷാപിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം തിരൂരിലെ തുഞ്ചൻ പറമ്പാണ്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്, പൂന്താനം നമ്പൂതിരി എന്നിവരുടെ ജന്മദേശമാണ്. വള്ളത്തൂറും ഉറൂബും അടക്കം സാഹിത്യ കുലപതികളുടെ നാടാണ്. ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിൻ്റെ ജന്മദേശമാണ്. തിരുനാവായ ബലിതർപ്പണം നടത്തുന്ന സ്ഥലമാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇനി മലപ്പുറത്തിൻ്റെ ശ്വാസം അത് പന്താണ്, ഫുട്ബോളാണ്. ഫുട്ബോളിൻ്റെ ഒരു ആവേശം അത് ഹൃദയതാളത്തോളം സ്നേഹിക്കുന്ന ഒരു നാടാണ്. ഫുട്ബോളാണ് മലപ്പുറത്തിൻ്റെ മതവും ജാതിയും എന്ന് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാവുന്ന സ്ഥിതി കൂടിയുണ്ട്. സനീഷ്, എനിക്ക് തോന്നുന്നു നമ്മൾ വിഷയത്തിനപ്പുറത്ത് കുറേ കാര്യങ്ങൾ മലപ്പുറത്തേക്ക് കുറിച്ച് പരാമർശിച്ച് പോവുക കൂടി ചെയ്തു. എന്താണ് അതിനെക്കുറിച്ച് അവതരിപ്പിച്ചു പോയി, വേണ്ടതാണത് അല്ലേ? തീർച്ചയായും. കാരണം മലപ്പുറത്തെക്കുറിച്ച് അത്രയേറെ വിദ്വേഷം ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ വിശദമായി മലപ്പുറത്തെ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അതെ, അതിപ്പോൾ അതുകൊണ്ട് മലപ്പുറത്തെ പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടുന്ന കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നുകൊണ്ട് നമ്മളത് വിശദമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ മൂപ്പര് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് സ്വയം ലോഞ്ച് ചെയ്യാൻ നടത്തിയ ഒരു പ്രസ്താവനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ കേരളത്തിൽ ഇത്രയും തവണ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിട്ട് നിന്ന കാലത്ത് ഇങ്ങനൊരു പ്രസ്താവനയൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നില്ല. അദ്ദേഹത്തിന് മലപ്പുറത്തൂടെ ഈ റംസാൻ മാസത്തിലും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടിയൊക്കെ നടക്കുകയും അദ്ദേഹം അവിടുത്തെ തുള്ളി വെള്ളവും കിട്ടിയിട്ടുണ്ട്, ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ പ്രദേശത്തുള്ള ആളാണ്, അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ കേരളം വിട്ട് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പോകാനാണ് പോകുന്നതെങ്കിൽ ഒരടി അങ്ങ് അടിച്ചേക്കാം. അത് മലപ്പുറത്തിനെതിരെ ആയിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ വൻ ലോഞ്ച് ഉണ്ടാവും എന്നതുകൊണ്ട് സമർത്ഥനായുള്ള സുരേന്ദ്രൻ രാഷ്ട്രീയ നേതാവ് ഈ ചാൻസിൽ വെള്ളാപ്പള്ളിയുടെ ഫോളോ ചെയ്ത് ഒരു അടിയടിച്ചതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഇപ്പോൾ കേരളത്തെ പറ്റി വലിയ ധാരണയില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് ഇവിടെ അധ്യക്ഷനായല്ലോ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഇത്തരം പ്രസ്താവനകൾക്ക് മിടുക്കനാണ്. നേരത്തെ അദ്ദേഹം പല പ്രസ്താവനകളും നടത്തിയിട്ട് കേരളത്തെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് മുന്നിൽ അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കാൾ തീരെ മോശമല്ല കേട്ടോ, എനിക്കും പറയാൻ അറിയാം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സുരേന്ദ്രൻ പറഞ്ഞായിട്ട് നമ്മൾ കൂട്ടിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇഷ്ടംപോലെ പ്രവർത്തകരുണ്ട് അവിടെ, BJPക്ക് മലപ്പുറത്ത് അവരെല്ലാം തുള്ളിവെള്ളം കിട്ടാതെ നടക്കുകയാണോ? അവരവരുടെ പാർട്ടി പ്രവർത്തനമൊക്കെ നിശ്ചയിച്ച് ഇദ്ദേഹം പറയുന്നതായിട്ട് തോന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൊക്കെ മലപ്പുറത്ത് നിന്ന് ഈ പ്രത്യേക മാസത്തിൽ എല്ലാവരും കൂടെ കോഴിക്കോടോ തിരുവനന്തപുരത്തേക്കോ വന്നിട്ട് അവിടെ താമസിക്കുകയാണ്. കാരണം ഭക്ഷണം കിട്ടില്ല, തുള്ളി വെള്ളം കിട്ടില്ല. മലപ്പുറത്ത് കാര്യങ്ങളെല്ലാം മര്യാദക്ക് നടക്കുകയാണ്. മലപ്പുറം എന്ന് വെച്ചാൽ കേരളത്തിലെ മറ്റേത് പ്രദേശങ്ങളിലെ പോലെ കേരളത്തിൽ എല്ലായിടത്തും ഉള്ള ചെടികൾ, പൂക്കൾ, മരങ്ങൾ, പക്ഷികൾ, വെള്ളം, കിണർ, കുളം, ഇതെല്ലാം ഉള്ളൊരു സ്ഥലമാണ്. എന്താണ് അവിടെ വ്യത്യാസമായിട്ടുള്ളത്? കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണത്. 74% മുസ്ലിങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ സുരേന്ദ്രനും അദ്ദേഹത്തെ പോലെ പ്രസ്താവന നടത്തുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഇതിന് മറ്റ് 13 ജില്ലകൾക്കില്ല, മറ്റു ജില്ലകൾക്കില്ലാത്ത ഈ ഒരു സവിശേഷത ഇവിടെ കേരളത്തിലെ മൊത്തം ന്യൂനപക്ഷമായ രാജ്യത്തെ തന്നെ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് ഇവിടെ ഭൂരിപക്ഷമായിട്ടുള്ളത്. അതാണ് അതിൻ്റെ സവിശേഷത. അതുകൊണ്ടാണ് ഈ വിദ്വേഷ പ്രസ്താവനകൾ ഇവരിങ്ങനെ നടത്തിവിടുന്നതുകൊണ്ട്. അത് എന്താണ്? അതായത് മുസ്ലിങ്ങൾ ഒരു സ്ഥലത്ത് ഭൂരിപക്ഷമായാൽ എന്താണ് കുഴപ്പമെന്നാണ് കേരളം അവരോട് ചോദിക്കേണ്ടത്. എന്താ കുഴപ്പം? തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചി, എറണാകുളത്തും ഹിന്ദുക്കളാണ് ഭൂരിപക്ഷമെങ്കിൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണെങ്കിൽ എന്താ കുഴപ്പം? അവിടെ ആളുകൾ വളരെ ഡീസൻ്റായിട്ട് ജീവിച്ചു വന്നു. ഈ പറയുന്ന നേരത്തെ ഹർഷൻ കാണിച്ച കാര്യങ്ങളിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു പേരുകളുള്ള നമ്മുടെ ഈ പൂന്താനവും എഴുത്തച്ഛനും അടക്കമുള്ള ആളുകൾ ജനിച്ച് കാര്യങ്ങൾ നടത്തി അവരുടെ കാവ്യശേഷിയൊക്കെ വെളിവാക്കിയ സ്ഥലമാണത്. അവിടെ ഇപ്പോഴും എത്രയോ ആളുകൾ മതജാതി വ്യത്യാസം ആയിട്ട് ഇല്ലാതെ അവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മറ്റെല്ലാ ജില്ലകൾക്കുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. പക്ഷേ ഈ മലപ്പുറം എന്ന പേരിന് മലപ്പുറത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്ക് ഈ ഹിന്ദി ബെൽറ്റിലൊക്കെ എന്തോ വലിയ ഭീകര സ്ഥലമാണ് എന്നൊരു ചിത്രീകരണമുണ്ട്. ആ ചിത്രീകരണത്തോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഞാൻ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ് കേട്ടോ, ഞാനിതാ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്, എന്നെ അങ്ങോട്ട് സ്വീകരിച്ചേക്കണം എന്ന് പറയുന്നതാണ് സുരേന്ദ്രൻ. അങ്ങനെ പറയുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിനപ്പുറം ഗൗരവം അതിന് കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, ഈ പരാമർശം ആ നിലയ്ക്കൊക്കെ തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് നിഷ്കളങ്കമായി വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശത്തെ കാണാൻ കഴിയുന്നില്ല. കാരണം BDJS എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ അവതരിപ്പിച്ചത് അത് ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് ഈഴവർക്ക്, അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നല്ലോ, എന്താണ്, നമ്പൂതിരി മുതൽ നായാടി വരെ, അങ്ങനെയുള്ള നായാടി മുതൽ നമ്പൂതിരി വരെ, അങ്ങനെ എന്തോ ഒരു
നായാടി, അതെ നായാടി തൊട്ട് നമ്പൂതിരി വരെ എന്ന് പറയുമ്പോൾ തന്നെ മൂപ്പരുടെ പറയുന്നതിൽ തന്നെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവതരിപ്പിക്കേണ്ട പ്രത്യേക സാഹചര്യം, അടിയന്തര സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ജനം അതിനാകെ ഒരു പഞ്ചായത്ത് മെമ്പറെ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു MP ഇല്ല, ഒരു MLA ഇല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതുകൊണ്ട് സാധ്യമാക്കിയ ഒന്നുണ്ട്. അത് വേറൊന്നുമല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തും സനീഷ, ഇത് ആ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും, കേരളത്തിൽ ഒരു സ്ഥലത്തും RSSും SNDPയും അങ്ങനെ ഒത്തുപോകുന്ന രണ്ട് പ്രസ്ഥാനങ്ങളായിരുന്നില്ല. പക്ഷേ ഈ പ്രസ്ഥാനങ്ങൾ രണ്ടും ആദ്യമായി ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിൽക്കുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ നവീനമായ കാലത്ത് ഉണ്ടായത് അത് ഈ BDJസിൻ്റെ രൂപീകരണത്തിന് ശേഷമാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷനൊക്കെ കൂടുതൽ സജീവമായ സമയത്ത് ഈ BDJസും SNDPയും അല്ലെങ്കിൽ BDJസിൻ്റെ പ്രവർത്തകരും BJPയുടെ പ്രവർത്തകരും ഒരുമിച്ച് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വന്നു ചേരുന്ന സ്ഥിതി ഉണ്ടായി. അതിനുശേഷം ഇങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ ഈ വിദ്വേഷ പ്രചാരണത്തിൽ ഈ SNDPയുടെ പ്രവർത്തകരായ അല്ലെങ്കിൽ BDJസിൻ്റെ പ്രവർത്തകരായ ആളുകൾ കൂടി ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മസ്തിഷ്കത്തിലേക്ക് കൂടി ഈ വിദ്വേഷം കുത്തിവയ്ക്കപ്പെടുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ വിദ്വേഷം എന്ന് തന്നെയാണോ അതിനെ പറയേണ്ടത്, ഇതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണോ പറയേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സാമുദായിക വിഭാഗങ്ങളിലൊന്ന് മുസ്ലിം, ഏറ്റവും വലിയ മറ്റൊരു സാമുദായിക വിഭാഗം ഈഴവർ. ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നത് ഒരു തരത്തിലും BJPക്ക് താല്പര്യമുള്ളതല്ല. രണ്ടും OBCയാണ്, ഏതാണ്ട് ഒരേ ജീവിത നിലവാരം ഒരു ഘട്ടത്തിൽ പങ്കിട്ടിരുന്ന ആളുകളാണ്, ജീവിതാവസ്ഥ ഏതാണ്ട് ഒരുപോലെ നിന്നിരുന്നതാണ്. ചില പ്രദേശങ്ങളിൽ, ഇപ്പോൾ നാദാപുരം പോലുള്ള പ്രദേശങ്ങളിൽ ജന്മി കുടിയാൻ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ കേരളത്തിൻ്റെ പൊതു സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ മറ്റൊന്നാണ് സ്ഥിതി. പണ്ട് ഈ ശാശ്വതീയാനന്ദ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പദ്ധതി തന്നെ, ഒരു രാഷ്ട്രീയ പദ്ധതി തന്നെ ഇവരുടെ ഏകോപനമായിരുന്നു. അതായത് ഈ രണ്ട് പിന്നാക്ക സമുദായങ്ങളുടെ ഏകോപനം എന്നുള്ളതായിരുന്നു. അതൊരു രാഷ്ട്രീയ പദ്ധതിയായി കേരളം ആലോചിക്കുകയും ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു കാലമുണ്ട്. ഇതൊന്നും ഒരു തരത്തിലും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന്, BJPയുടെ രാഷ്ട്രീയത്തിന് താല്പര്യമുള്ളതല്ല. ഇത് തമ്മിലടിക്കുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായും കേരളത്തിൽ BJPക്ക് അനുകൂലമായ വളർക്കൂറുള്ള ഒരു മണ്ണുണ്ടാക്കുക. പക്ഷെ അതിനകത്ത് ഈ പദ്ധതി ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കും. പക്ഷെ അതിനകത്ത് ഹസൻ, വെള്ളാപ്പള്ളി നടേശന് വളരെ പ്രായമുണ്ടല്ലോ. അദ്ദേഹത്തെ കേരളത്തെ ഒരു 10-70-80 കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ ഇത് പറഞ്ഞു, രാഷ്ട്രീയമായിട്ട് ഈ പറഞ്ഞ ഉദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം അപ്പം തന്നെ പിന്നോട്ട് പോയി. ഞാൻ മുസ്ലിം വിരുദ്ധം കൊണ്ടല്ല കേട്ടോ പറഞ്ഞത്. എനിക്കവിടെ എല്ലാം ലീഗിൻ്റെ സമ്പന്നർ ആണ് ഈ സ്ഥാപനങ്ങളെല്ലാം കൈയടക്കി വെച്ചത്, ഞങ്ങൾക്ക് ഈഴവന്മാർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ അദ്ദേഹത്തിൻ്റെ സംഘടനയുടേതായിട്ടൊരു പൊളിറ്റിക്സിലേക്ക് മാറ്റി. ഇതിപ്പോൾ നമുക്ക് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാമല്ലോ. അതായത് ഈ നോമ്പ് കാലത്ത്, ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ BJPയുടെ പ്രവർത്തകർ BJPയുടെ ഓഫീസിൽ വെച്ചിട്ട് എനിക്ക് ഉറപ്പാണ് മുട്ടമാല, പത്തിരി, ഈ കായ്പോള ഇതെല്ലാം BJPക്കാർ പോലും കഴിക്കുന്നുണ്ടാവും. എന്നിട്ടാണ് ഈ സുരേന്ദ്രൻ ചെന്നിട്ട് ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ തുള്ളിവെള്ളം കിട്ടില്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മലപ്പുറത്തുള്ള പ്രവർത്തകരോട് ചെന്ന് ചോദിച്ചു നോക്കും. അവർ ഈ പറയുന്ന നോമ്പ് തുറയിലൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് കാര്യങ്ങൾ നന്നായിട്ട് ജീവിച്ചു പോവുകയായിരിക്കും ഉണ്ടാവുക. അതെ, എന്തായാലും അങ്ങനെ ഒരു വിദ്വേഷ പ്രചാരണത്തിന്റെ നാട്ടുകാർ വിശ്വസിക്കില്ല. ഞാൻ ആളുകൾ വിശ്വസിക്കില്ല. മലപ്പുറം ചുങ്കത്തറയിൽ നടന്ന ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ വിദ്വേഷത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞത്. സ്വതന്ത്രമായി ആശ്വസിച്ച് സ്വന്തം സമുദായ അംഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത നാടാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അന്ന് പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിനെ തന്നെ ഒന്ന് ഉദ്ധരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അനുകമ്പാ ദശകത്തിൽ ഗുരു ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പവിത്ര പുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന്. ആ നാരായണ ഗുരുവിൻ്റെ പേരിലുള്ള വേദിയിലിരുന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുന്നത്. അതിൽ മാത്രമാണ് RDXന്റെ സങ്കടം. പിന്നെ K സുരേന്ദ്രൻ്റെ പിന്തുണ, അതിനെയും തെളിവുകൾ നിരത്തി ഖണ്ഡിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടേതൊരു ചെറിയ സംസ്ഥാനമാണ്. ഇവിടെ എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.